മോർണിംഗ്. അലർട്ട് അക്കാദമിയുടെ അലർട്ട് ഗ്രാമർ ലാബിൻ്റെ 4 എന്തായി 4 വോയിസസുമായി ബന്ധപ്പെട്ട 4ാമത് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ 3ാമത്തെ വീഡിയോയിൽ ശബ്ദം നഷ്ടപ്പെട്ട കഥയും റെക്കോർഡിംഗ് സമയത്ത് രസം കുടിക്കുന്ന കാര്യവുമെല്ലാം ചർച്ച ചെയ്തിരുന്നല്ലോ. ആ അവസ്ഥയ്ക്ക് യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല. എന്തെങ്കിലും ശബ്ദ തടസ്സം ഇടയിൽ ഉണ്ടാവുകയാണെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. കാരണം ഈ വീഡിയോ പെട്ടെന്ന് പുറത്തിറക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ഈ ശബ്ദം ശരിയാവാൻ കാത്തു നിൽക്കുന്നില്ല. ഓക്കെ, നമ്മുടെ വോയിസുമായി ബന്ധപ്പെട്ട 1 മുതൽ 3 വരെയുള്ള വീഡിയോകൾ കണ്ടതിന് ശേഷം മാത്രം ഈ 4ാം വീഡിയോ കാണുവാൻ എല്ലാവരും ശ്രമിക്കണം. അങ്ങനെ വരുമ്പോഴേ നമുക്ക് വ്യക്തതയോടെ സ്പഷ്ടമായി കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. നമ്മളെന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്? അവിടെ നിന്നും നമുക്ക് ആരംഭിക്കാം. നമ്മൾ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ വെർബ് 1, അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വന്നാൽ, ആക്റ്റീവ് വോയിസിൽ വന്നാൽ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഒന്നുകിൽ ഈസ് വേണം, അല്ലെങ്കിൽ ആം, അതുമല്ലെങ്കിൽ ആർ വേണം. ഇവയെ ഓക്സിലിയറി വെർബ് എന്ന് പറയും. ഈസ്, ആം, ആറ്, ഇവയിൽ ഒന്ന് നിർബന്ധം. കൂടെ വെർബ് 3 വേണം. വെർബ് 3 വേണം. ഞാനിത് കുറേ തവണയായി പറയുന്നു. എന്തിനാന്ന് വെച്ചാൽ ചില കുട്ടികൾ ഗ്രാമർ ക്ലാസ്സിൽ നേരിട്ട് പങ്കെടുക്കാത്തവർ ഈ വീഡിയോ കണ്ടാണ് പഠിക്കുന്നതും നോട്ട് തയ്യാറാക്കുന്നതും. അവർക്ക് സംശയം ഒട്ടുമേ ഉണ്ടാവാതിരിക്കാനാണ് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈസ്, ആം, ആറ് പ്ലസ് വെർബ് 3 വേണം, നിർബന്ധം. വെർബ് 3 ഇല്ലാതെ ഒരു പാസീവ് വോയിസും ഇല്ല. ശബ്ദം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഇതെന്തപ്പാ, ഒരു വടി കാണാം, വേറൊന്നുമില്ലല്ലോ. വെർബ് 1 ഒക്കെ എഴുതിയിട്ടുണ്ട്, ഒന്നും കാണുന്നില്ല. വെർബ് 1 എന്ന് ഒന്നും കാണുന്നില്ലല്ലോ. ഇതാ വന്നു. എവിടെ നോക്കാം. ഒരു സബ്ജക്റ്റ്, ഒരു ഒബ്ജക്റ്റ് ഉള്ള വാചകങ്ങളാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. ഇനി ഉള്ള വീഡിയോയിൽ, ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള 5ാമത്തെ വീഡിയോയിൽ നമുക്ക് 2 ഒബ്ജക്റ്റ് വരുന്ന ചോദ്യങ്ങൾ ചെയ്യാം. ഒബ്ജക്റ്റ് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? ഒരൊബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ
വെർബിനോട് ഹും അല്ലെങ്കിൽ വാട്ട് എന്ന് ചോദിച്ചാൽ മതി. ഡയറക്റ്റ് ഒബ്ജക്റ്റ് കണ്ടുപിടിക്കാൻ വെർബിനോട് ഹും അല്ലെങ്കിൽ വാട്ട് എന്ന് ചോദിച്ചാൽ മതി. ഇവിടെ അപ്പു സബ്ജക്റ്റാണ്, പ്ലേസ് വെർബാണ്. ഏത് വെർബ്? വെർബ് 1. ഈ പ്ലേസിൻ്റെ അടുത്ത് ചെന്നിട്ട് വാട്ട് പ്ലേസ്, എന്താണ് കളിക്കുന്നത്? വാട്ട് ഡസ് അപ്പു പ്ലേ, അപ്പു എന്താണ് കളിക്കുന്നത്? വാട്ട് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് ഫുട്ബോൾ. ഫുട്ബോൾ. അപ്പോൾ ഫുട്ബോള് ഡയറക്റ്റ് ഒബ്ജക്റ്റാണ്. ഡയറക്റ്റ് ഒബ്ജക്റ്റ് 1-ാം വീഡിയോ കണ്ടാൽ മതി കേട്ടോ. ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ഇനി അപ്പോൾ അപ്പു എന്താ? സബ്ജക്റ്റ്. ഫുട്ബോൾ എന്താ? ഒബ്ജക്റ്റ്. പ്ലേസ് എന്താ? വെർബ് 1. വെർബ് 1 അത് ഏത് വോയിസാ? ആക്റ്റീവ് വോയിസ്. അതെങ്ങനെ വന്നു? വെർബിന് മുമ്പ് ആ വെർബ് ചെയ്ത ആള് വന്നാൽ വെർബ് ആക്റ്റീവ് വോയിസ് ആണ്. സംശയമുണ്ട് അല്ലേ? ഞാൻ പറഞ്ഞു തരില്ല. എന്താ കാരണം? 1-ാമത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വീണ്ടും പറയില്ല. പ്ലേസ് എന്ന വെർബിന് മുമ്പ് ഡൂവർ വന്നാൽ, അത് ചെയ്ത ആൾ വന്നാൽ ആ വെർബ് ആക്റ്റീവ് വോയിസ് ആണ്. കൂടുതൽ അറിയാൻ 1-ാം വീഡിയോ കാണുക. ഇവിടെ പ്ലേസ് ആക്റ്റീവ് വോയിസിലുള്ള വെർബ് 1 ആണ്. പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഈസ്, ആം, ആറ് പ്ലസ് വെർബ് 3 ചേർക്കണം അല്ലേ? പിന്നെ എന്ത് ചെയ്യണം? ഫുട്ബോളിനെ സബ്ജക്റ്റ് ആക്കണം. അപ്പുവിനെ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോകണം. ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസ് ആക്കുമ്പോൾ ഫുട്ബോൾ എന്ന ഒബ്ജക്റ്റിനെ സബ്ജക്റ്റാക്കി വെർബിൻ്റെ മുമ്പിൽ എഴുതണം. അപ്പു എന്ന സബ്ജക്റ്റിനെ ഡൂവറിനെ സോറി കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, ബൈയിൻ്റെ അപ്പുറത്ത് കൊണ്ടെഴുതണം. തുടങ്ങുമ്പോൾ എങ്ങനെ തുടങ്ങണം? ഫുട്ബോള് ആദ്യം വരും. ഫുട്ബോൾ കഴിഞ്ഞാൽ ഈസ്, ആം, ആറ് ചേർക്കണം. ഫുട്ബോളിൻ്റെ കൂടെ സിംഗുലറായതുകൊണ്ട് ഈസ് ചേർക്കണം. പ്ലേഡ് വെർബ് 3 ആണ്. പ്ലേ, പ്ലേസ്, പ്ലേഡ് ആവും. അപ്പു, ബൈ അപ്പു ആവും. ഇപ്പോൾ പാസീവ് വോയിസായി. ഈ വാചകം പാസീവ് വോയിസായി. അതിനേക്കാൾ മനസ്സിലാക്കേണ്ടത് വെർബ് പാസീവ് വോയിസായി എന്നാണ് പറയേണ്ടത്. കാരണം വെർബിന് മാത്രമേ വോയിസ് ഉള്ളൂ. അപ്പോൾ ഈസ് പ്ലേഡ് എന്നത് പാസീവ് വോയിസിലുള്ള വെർബാണ്. വെർബാണ്. പ്ലേസ് എന്താ? ആക്റ്റീവ് വോയിസിലുള്ള വെർബ്. ദാ ഫുട്ബോൾ ഒബ്ജക്റ്റ് ആണ്. ഫുട്ബോൾ ഈസ് പ്ലേഡ് ബൈ അപ്പു. അപ്പോൾ പ്ലേസ് എന്താണ്? വെർബാണ്. ഇത് വേറൊന്നുമില്ലല്ലോ. ഇതാ വരണം, ഇതാ വന്നു. അപ്പു പ്ലേസ് ഫുട്ബോൾ.
ഫുട്ബോൾ കളിക്കുന്ന ഡൂവർ ആരാണ്? ഡൂവർ പറഞ്ഞാൽ ചെയ്യുന്നയാൾ. ഫുട്ബോൾ കളിക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്ന ആൾ ആരാണ്? ഡൂവർ ആരാണ്? അപ്പു തന്നെയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതെങ്ങനെ കണ്ടുപിടിക്കാം? വെർബിന് മുമ്പിൽ വരുന്നത് എന്തായാലും സബ്ജക്റ്റാണ്. അപ്പം അപ്പുവാണ് സബ്ജക്റ്റ്. അപ്പുവാണ് ഫുട്ബോൾ കളിക്കുന്ന ആള്, ഡൂവർ. അപ്പു കളിക്കുന്നുണ്ടോ? ഉവ്വ്. അപ്പു കളിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പം അപ്പു ആക്റ്റീവാണോ? അതെ, അപ്പു ആക്റ്റീവാണ്, കളിക്കുന്നുണ്ട്. വെറുതെ നിൽക്കുകയല്ല, കളിക്കുന്നുണ്ട്. അപ്പം ആക്റ്റീവാണ്. ഈ അപ്പു എന്ന ഡൂവർ സബ്ജക്റ്റ് ആക്റ്റീവാണല്ലോ? ആണ്. വെർബിന് മുമ്പല്ലേ അത് വന്നത്? അതെ, വെർബിന് മുമ്പ് വന്നല്ലോ, വന്നു. അപ്പോൾ പ്ലേസ് എന്ന വെർബ് ആക്റ്റീവ് വോയിസ് ആണ്. അപ്പോൾ അല്ല ആക്റ്റീവ് വോയിസ്. പ്ലേസ് എന്ന വെർബ് ആക്റ്റീവ് വോയിസ് ആണ്. പ്ലേസ് എന്താണ്? വെർബ് 1. അത് ഏത് ടെൻസാണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ്. അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? ആക്റ്റീവ് വോയിസ് ആണ്. എങ്ങനെ കിട്ടി? കാരണം ആ പ്ലേസ് ചെയ്യുന്നയാള് തൊട്ട് മുമ്പിലുണ്ട്. പ്ലേസ് നിർവഹിച്ച ആൾ തൊട്ട് മുമ്പിൽ വന്നാൽ പ്ലേസ് ആക്റ്റീവ് വോയിസ് ആവും. ഇനിയും മനസ്സിലാവാത്തവർക്ക് ഒറ്റ വഴിയുള്ളൂ. ചുളുവിൽ മനസ്സിലാക്കാമെന്ന് വിചാരിക്കേണ്ട. 1, 2, 3 വീഡിയോകൾ കാണുക. 4ാമത്തെ വീഡിയോ എടുത്ത് കണ്ടാൽ ഒന്നും അറിയില്ല. ഞാൻ മാന്ത്രികനല്ല, പടിപടിയായി പഠിപ്പിച്ചു വരുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിക്കുക, ഈ വെർബ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇത് ആക്റ്റീവ് വോയിസ് ആണ്. കാരണം ഇത് ചെയ്ത ആള് തൊട്ട് മുമ്പിൽ ഉണ്ട്. പോയി ഇവിടെ നോക്കൂ. ഫുട്ബോൾ ഈസ് പ്ലേഡ് ബൈ അപ്പു. ഫുട്ബോൾ ഈസ് പ്ലേഡ് ബൈ അപ്പു. ഇടയ്ക്ക് ഞാൻ എഡിറ്റ് ചെയ്യാനും നിൽക്കുന്നില്ല കേട്ടോ, അതിനൊന്നും സമയമില്ല. ഇതിൽ ഈസ് പ്ലേഡ് എന്താണ്? വെർബാണ്. ഏതു വെർബ്? വെർബ് 1. ആക്റ്റീവ് വോയിസോ പാസീവ് വോയിസോ? പാസീവ് വോയിസ്. എങ്ങനെ കിട്ടി? പറഞ്ഞു തരാം. ഈ ഫുട്ബോൾ കളിക്കുന്ന ആരാ? അപ്പു. അപ്പു ആരാ? ഡൂവർ, ചെയ്യുന്നയാള്. ഈ ചെയ്യുന്നയാള് വെർബിന് മുമ്പിലാണോ? അല്ല. വെർബിന് ശേഷമാണോ? അതെ, ആഫ്റ്റർ ദി വെർബ്. വെർബിന് ശേഷമാണ് വന്നിരിക്കുന്നത്. മനസ്സിലായോ? വെർബിന് ശേഷമാണ് വന്നിരിക്കുന്നത്. ഉറപ്പല്ലേ? വെർബിന് ശേഷം വന്നു. ഉറപ്പല്ലേ? അപ്പോൾ വെർബിന് ശേഷം വന്നാൽ, ഈ ഡൂവർ വെർബിൻ്റെ അപ്പുറത്ത് ശേഷം വന്നാൽ ഈ വെർബ് പാസീവ് വോയിസിലുള്ളതായിരിക്കും. മനസ്സിലായോ? അതായത് ഡൂവർ ആരാ? അപ്പു തന്നെയാണ്. ഈ അപ്പു വെർബിൻ്റെ മുമ്പിൽ വന്നാൽ ആ വെർബ് ആക്റ്റീവ് വോയിസും, വെർബിന് ശേഷം വന്നാൽ ആ വെർബ് പാസീവ് വോയിസുമാണ്. എന്താ പാസീവ് പറഞ്ഞ അർത്ഥം പറഞ്ഞു തന്ന് 1ാം വീഡിയോയിൽ? നിഷ്ക്രിയം. എന്താ നിഷ്ക്രിയം പറഞ്ഞാൽ? ഒന്നും ചെയ്യുന്നില്ല, മിണ്ടാതെ നിൽക്കുന്നു. ഇവിടെ ഏതാണ് സബ്ജക്റ്റ്? ഫുട്ബോൾ സബ്ജക്റ്റാണ്. പ്ലേഡിന് മുമ്പിൽ, ഈസ് പ്ലേഡിന് മുമ്പിൽ, വെർബിന് മുമ്പിൽ വരുന്നത് സബ്ജക്റ്റാണ്. ഈ സബ്ജക്റ്റ് ഏതാ? ഫുട്ബോള്. ഫുട്ബോൾ വല്ല പണിയും ചെയ്യണ്ടോ? ഇല്ല. ബോള് മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പാണ് കളിക്കുന്നത്. ബോള് മിണ്ടാതെ ഒരു ഭാഗത്തിരിക്കും. അചേതനമാണ്, നിശ്ചലമാണ്, ഒന്നും ചെയ്യുന്നില്ല. ബോള് നിഷ്ക്രിയമാണ്. അപ്പോൾ ഫുട്ബോള് ആക്റ്റീവോ പാസീവോ? ഫുട്ബോൾ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ പാസീവ്. പാസീവ് പറഞ്ഞാൽ നിഷ്ക്രിയം, ഒന്നും ചെയ്യാത്തത്, അനങ്ങാപ്പാറ, ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. ഫുട്ബോൾ അവിടെ മിണ്ടാതെ നിൽക്കുന്നു. ഫുട്ബോൾ പ്രവർത്തിക്കുന്നില്ല.
പ്രവർത്തിക്കാത്തതിനെ പറയുന്ന പേരാണ് നിഷ്ക്രിയം. നിഷ്ക്രിയം. അപ്പോൾ ഫുട്ബോൾ എന്താണ്? പാസീവായ ഒന്നും ചെയ്യാത്ത സബ്ജക്റ്റാണ്. ഒന്നും ചെയ്യാത്ത സബ്ജക്റ്റ് വന്നാൽ തൊട്ടപ്പുറത്തുള്ള വെർബ്, ഏത് വെർബ്? ഈസ് പ്ലേഡ്, പാസീവ് വോയിസിലുള്ള വെർബാവും. ഫുട്ബോള് പാസീവായ സബ്ജക്റ്റ് ആയതിനാൽ തൊട്ടപ്പുറത്തുള്ള വെർബ് ഈസ് പ്ലേഡ് പാസീവ് വോയിസിലുള്ള വെർബാവും. ഇത് വെർബ് 1 ആണോ വെർബ് 2 ആണോ? വെർബ് 1 ആണ്. പേരെന്താ? സിമ്പിൾ പ്രസന്റ് ടെൻസ്. പിന്നെ എന്താ വ്യത്യാസം? പ്ലേസ് പറഞ്ഞാൽ ആക്റ്റീവ് വോയിസ്, മുമ്പിൽ സബ്ജക്റ്റ് ഉണ്ടാവും, മുമ്പിൽ ഡൂവർ ഉണ്ടാവും. ഈസ് പ്ലേഡ് പറഞ്ഞാൽ പാസീവ് വോയിസ്, ശേഷം ഡൂവർ ഉണ്ടാവും. ഇതാണ് വ്യത്യാസം. ഈസ് പ്ലേഡ് പാസീവ് വോയിസ്, കാരണം ഡൂവർ ശേഷമാണ്. പ്ലേസ് ആക്റ്റീവ് വോയിസ്, കാരണം ഡൂവർ വെർബിന് മുമ്പിലാണ്. മനസ്സിലായോ? വീണ്ടും വീണ്ടും കേൾക്കുക. ഇതാ, ഫുട്ബോൾ ആരാ? ഡൂവറാണോ? അല്ല. സബ്ജക്റ്റ് ഫുട്ബോളാണോ? അതെ. ആക്റ്റീവാണോ ഫുട്ബോള്? ഈ ഫുട്ബോൾ എന്ന് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. പിന്നെ ഫുട്ബോൾ എന്താ? പാസീവ്. ഡൂവറാണോ? അല്ല. സബ്ജക്റ്റ് ആണോ? അതെ. ആക്റ്റീവായിട്ട് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആക്റ്റീവ് വോയിസ് ആണോ? അല്ല. ഏത് ആക്റ്റീവ് വോയിസ് ആണോ? ഈസ് പ്ലേഡ് ആക്റ്റീവ് വോയിസ് ആണോ? അല്ല. ഫുട്ബോൾ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ ആൾ ആക്റ്റീവാണ്, അല്ലെ? ഫുട്ബോൾ ആക്റ്റീവാണ്. ഫുട്ബോൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അല്ലേ കളിക്കുന്നത്? ഫുട്ബോളും ഉണ്ടാകാൻ നിൽക്കുകയല്ലേ. അപ്പോൾ ഫുട്ബോൾ എന്താണ്? നിഷ്ക്രിയമാണ്, പാസീവാണ്. ഫുട്ബോൾ പാസീവാണ്. ഫുട്ബോൾ പാസീവ് ആണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള വെർബ് പാസീവ് വോയിസിലുള്ള വെർബാണ്. കണ്ടോ? തലയാട്ടി. ഇനി അത് പോയി. ശ്രദ്ധിക്കണേ. അപർണ വാട്ടേഴ്സ് ദി പ്ലാന്റ്സ്. അപർണ വെള്ളം ചെടികൾക്ക് നനയ്ക്കുന്നു, അല്ലെങ്കിൽ ചെടികൾക്ക് വെള്ളം നനയ്ക്കുന്നു, അല്ലെങ്കിൽ അപർണ ചെടികൾ നനയ്ക്കുന്നു. അപർണ സബ്ജക്റ്റാണ്, വാട്ടേഴ്സ് ആണ് വെർബ് 1, ദി പ്ലാന്റ്സ് ആണ് ഒബ്ജക്റ്റ്. ഈ വെള്ളം നനയ്ക്കുക എന്ന പ്രവൃത്തി ചെയ്യുന്ന അപർണ വെർബിൻ്റെ മുമ്പിൽ വന്നാൽ ആ വെർബ് ആക്റ്റീവ് വോയിസിലുള്ള വെർബാണ്. ഇതിനെ പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ഈസ് ആമ് ആറ് പ്ലസ് വെർബ് 3 ചേർക്കണം. ഈസ് ആമ് ആറ് പ്ലസ് വെർബ് 3 ചേർക്കണം. ഉത്തരം എന്താ വരിക? ദി പ്ലാന്റ്സ് മുമ്പിലേക്ക് വന്നു. എന്താ ചേർക്കേണ്ടത്? താഴെ എഴുതിയിട്ടുണ്ട്. ഈസ് ആമ് ആറ് ചേർക്കണം. പ്ലാന്റ്സിൻ്റെ കൂടെ ആർ ചേർത്തു. വാട്ടേഴ്സിനെ വെർബ് 3 ആക്കി. വാട്ടേഡ് താഴെ എഴുതിയിട്ടുണ്ട്. വെർബ് 3 ആക്കി. ബൈ അപർണ. ബൈയുടെ പേരാണ് പ്രിപ്പോസിഷൻ. അപർണയാണ് ഡൂവർ. ഇത് ചെയ്യുന്നയാൾ അപർണയാണ്. എവിടെയാണ് അപർണ നിൽക്കുന്നത്? വെർബിന് ശേഷമാണ്. ദി പ്ലാന്റ്സ് ചെടികൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. കാറ്റത്തൽപ്പമൊന്ന് ഇളകിമിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. ജോലി ചെയ്യുന്നതൊക്കെ അപർണയാണ്. ഈ പ്ലാന്റ്സ് എന്ന സബ്ജക്റ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് ആക്റ്റീവാണോ? അല്ല. അപർണയാണ് ആക്റ്റീവ്. ഈ പ്ലാന്റ്സ് ആക്റ്റീവാണോ? അല്ല. അപ്പോൾ ഈ പ്ലാന്റ്സ് എന്ന സബ്ജക്റ്റ് പാസീവാണോ? മിണ്ടാതെ നിൽക്കണോ? അതെ. അപ്പോൾ ആർ വാട്ടേഡ് എന്ന വെർബ് എന്താവും? പാസീവ് വോയിസിലുള്ള വെർബാവും. മനസ്സിലായോ? ദി പ്ലാന്റ്സ് ആർ വാട്ടേഡ് ബൈ അപർണ. എന്താ ചേർക്കേണ്ടത്? ഈസ് ആമ് ആറ് പ്ലസ് വെർബ് 3.
ദേ പോയി. ഇനി നിങ്ങൾക്കറിയാം സബ്ജക്റ്റീവ് കേസ് ഏതാ? ഹി, ഷീ, ദേ, വി, ഐ, യു. ഒബ്ജക്റ്റീവ് കേസ് ഏതാ? ഹിം, ഹെർ, ദം, അസ്, മീ, യു. ഹി, ഹിം, ഷീ, ഹെർ, ദേ, ദം, വി, അസ്, ഐ, മീ, യു, യു. 2 യുവും കാഴ്ചയ്ക്കൊന്നാണ്, വ്യത്യാസമുണ്ട് കേട്ടോ. മുകളിലെ യുവിൻ്റെ അർത്ഥം നീ, താഴത്തെ യുവിൻ്റെ അർത്ഥം നിന്നെ. അടുത്ത് ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദേ ഈറ്റ് ആപ്പിൾസ്. ദേ സബ്ജക്റ്റ്, ഈറ്റ് വെർബ്, ആപ്പിൾസ് ഒബ്ജക്റ്റ്. ആപ്പിൾ തിന്നുന്നത് ദേയാണ്. ഡൂവർ ദേയാണ്. സബ്ജക്റ്റ് ദേയാണ്. ഈ സബ്ജക്റ്റ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഉണ്ട്. എന്ത് ചെയ്യുന്നു? തിന്നുന്നു. ആക്റ്റീവാണോ പാസീവാണോ? ദേ എന്ന സബ്ജക്റ്റ് ആക്റ്റീവാണ്, പ്രവർത്തിക്കുന്നുണ്ട്, തിന്നുന്നുണ്ട്. അപ്പോൾ ഈറ്റ് എന്താണ്? ആക്റ്റീവ് വോയിസിലുള്ള വെർബ്. ആക്റ്റീവ് വോയിസിലുള്ള വെർബ്. ഏതു വെർബ്? വെർബ് 1. പാസീവിലേക്ക് മാറ്റുമ്പോൾ ഈസ്, ആം, ആർ വേണം. ആപ്പിൾസിൻ്റെ കൂടെ ചേർക്കുന്നത് ആർ. ആപ്പിൾസിൻ്റെ കൂടെ ചേർക്കുന്നത് ആർ. ഈറ്റിൻ്റെ വെർബ് 3 ഈറ്റൻ. ദേ എന്താവും? ബൈ ദം ആവും. ദേ എന്ന സബ്ജക്റ്റീവ് കേസ് ദം എന്ന ഒബ്ജക്റ്റീവ് കേസായി ബൈ എന്ന പ്രിപ്പോസിഷന് ശേഷം എഴുതി. ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ദം ആണ്. ദം ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തുള്ളത് കൊണ്ട് ദമ്മിനെ ഒബ്ജക്റ്റീവ് കേസിലുള്ള പദം എന്ന് പറയാം. ഈ ദമ്മാണ് ഇവിടെ ഡൂവർ. ദം എന്ന് പറഞ്ഞാൽ ദേയാണ് ഡൂവർ. ഈ ഡൂവർ എവിടെയാണ്? ഈറ്റൺ എന്ന വെർബിന് ശേഷം. അങ്ങനെ വരുമ്പോൾ ആർ ഈറ്റൺ എന്താവും? പാസീവ് വോയിസ് ആവും. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡൂവർ വെർബിന് ശേഷം വന്നാൽ ആ വെർബ് പാസീവ് വോയിസിലുള്ള വെർബ് ആവും. പാസീവ് വോയിസിലുള്ള വെർബ് ആവും. അപ്പോൾ ആർ ഈറ്റൺ എന്താ? പാസീവ് വോയിസിലുള്ള വെർബാണ്. ആപ്പിൾസ് എന്താ? സബ്ജക്റ്റാണ്. ആപ്പിൾസ് വല്ലതും ചെയ്യുന്നുണ്ടോ? ഇല്ല. ആപ്പിൾസ് ആക്റ്റീവ് ആണോ? അല്ല. ആപ്പിൾസ് എന്താണ്? പാസീവാണ്, മിണ്ടാതെ നിൽക്കുന്നു, നിഷ്ക്രിയ. അടുത്ത ചോദ്യത്തിലേക്ക് കടന്നാലോ? മൈ ബ്രദേഴ്സ് റീഡ് നോവൽസ്. എൻ്റെ സഹോദരന്മാർ നോവലുകൾ വായിക്കാറുണ്ട്. എൻ്റെ അനിയന്മാരും ചേട്ടന്മാരും നോവലുകൾ സ്ഥിരമായി വായിക്കാറുണ്ട്. റീഡാണ് വെർബ് 1. വായിക്കുന്നത് ആരാ? ബ്രദേഴ്സ് അല്ല, മൈ ബ്രദേഴ്സ്. സബ്ജക്റ്റ് മൈ ബ്രദേഴ്സ്. ഈ ബ്രദേഴ്സ് വല്ല ജോലിയും ചെയ്യുന്നുണ്ടോ? ഉണ്ട്, വായിക്കുന്നുണ്ട്. ദേ ആർ വെരി ആക്റ്റീവ്. എൻ്റെ ബ്രദേഴ്സ് വളരെ ആക്റ്റീവാണ്. അവർ ധാരാളം വായിക്കും. മുകുന്ദൻ, കാക്കനാടൻ, വിജയൻ, സേതു, അങ്ങനെ പലരും, എല്ലാവരെയും വായിക്കാറുണ്ട്. MT. ഓക്കെ. ഇനിയിപ്പോൾ കടിച്ചാൽ പൊട്ടാത്ത ആനന്ദ്
അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ബെന്യാമിൻ എല്ലാവരും വായിക്കാറുണ്ട്. എൻ്റെ ബ്രദേഴ്സ്, ദേ ആർ വെരി ആക്റ്റീവ്, ദേ ആർ വൊറേഷ്യസ് റീഡേഴ്സ് അല്ലേ? അപ്പോൾ അവർ ആക്റ്റീവല്ലേ? അപ്പോൾ അവർ ആക്റ്റീവായതുകൊണ്ട് ആ സബ്ജക്റ്റ് ഏത് മൈ ബ്രദേഴ്സ് എന്ന സബ്ജക്റ്റ് വെർബിന് മുമ്പിൽ വരുന്ന എന്തായാലും സബ്ജക്റ്റാണ്. അവർ ആക്റ്റീവായതുകൊണ്ട് റീഡ് എന്ന വെർബ് ആക്റ്റീവ് വോയിസിലുള്ളതാണ്. ശരിയല്ലേ? നോവൽസ് ആർ റീഡ് ബൈ മൈ ബ്രദേഴ്സ് എന്ന് വായിച്ചാൽ അടി കിട്ടും. റീഡും സ്പെല്ലിംഗ് ഒന്നാണല്ലോ. ആയിക്കോട്ടെ, മുകളിലുള്ളത് റീഡ്, താഴെയുള്ളത് റെഡ്. എങ്ങനെ കിട്ടി? റീഡ് വെർബ് 1, റെഡ് വെർബ് 2, റെഡ് വെർബ് 3, അങ്ങനെയാണ് വരിക. നോവൽസ് മുമ്പിലേക്ക് വന്നു. ഇസ്, ആം, ആറ്. ഏതാ വേണ്ട? ആർ. നോവൽസ് ആർ റെഡ്. ആരാണ്? ബൈ മൈ ബ്രദേഴ്സ്. ഉറപ്പല്ലേ? അതെ. മൈ ബ്രദേഴ്സ് ഡൂവറാണ്. പ്രവൃത്തി ചെയ്യുന്ന മൈ ബ്രദേഴ്സ് റീഡ് എന്ന വെർബിന് ശേഷം വന്നു. നോവൽസ് മിണ്ടാ നിൽക്കുന്നു. നോവൽസ് ബ്രദേഴ്സിനെ പോലെ ആക്റ്റീവല്ല. ഒരു പണിയും ചെയ്യാതെ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് നോവൽസ് പാസീവായി, നിഷ്ക്രിയമായി ഒരു പണിയും ചെയ്യാതെ നിൽക്കുകയാണ്. അപ്പോൾ ഡൂവേഴ്സ് അല്ലെങ്കിൽ ഡൂവർ വെർബിന് ശേഷം വന്നതുകൊണ്ട് ആർ റെഡ് എന്ന വെർബ് അല്ലെങ്കിൽ വെർബ് 1 അല്ലെങ്കിൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് പാസീവ് വോയിസിൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് പാസീവ് വോയിസിൽ ഉള്ളതായത്. അയ്യോ, ഒന്നും കാണുന്നില്ലല്ലോ. ഡോണ്ട് വറി, ഇതാ ചോദ്യം. മൈ മദർ ഓൾവേസ് കുക്സ് വെജിറ്റബിൾസ്. ഇതാ കുരിശൊരു ഓൾവേസ്. ഡോണ്ട് വറി, ഇറ്റ് ഈസ് ആഡ് വെർബ്. ഏത് ആഡ് വെർബ്? ആടുന്ന വെർബൊന്നുമല്ല. ഏത് ആഡ് വെർബ്? ആഡ് വെർബ് ഓഫ് ടൈം. മൈ മദർ ഓൾവേസ് കുക്സ് വെജിറ്റബിൾസ്. കുക്സ് വെർബ് 1. ഇത് കുക്ക് ചെയ്യുന്ന ആരാ? അമ്മ. അമ്മ ആണോ? അല്ല, എൻ്റെ അമ്മ. എൻ്റെ അമ്മയല്ല, ഈ ലോകത്തെ എല്ലാ അമ്മയും കുക്ക് ചെയ്യും. അവർ കുക്കറല്ല, അവർ കുക്കാണ്. കുക്ക് ചെയ്യുന്ന കുക്കാണ്. ദേ ആർ നോട്ട് കുക്കേഴ്സ്. കുക്കർ എന്ന് പറഞ്ഞാൽ ആ ഉപകരണമാണ്. എൻ്റെ അമ്മ ആക്റ്റീവാണോ? അതെ. കുക്ക് ചെയ്യുന്നുണ്ടോ? ഉവ്വ്. ഈ അമ്മ ഡൂവറാണോ? അതെ. വെർബിന് മുമ്പിലാണോ ഡൂവർ? അതെ. അപ്പോൾ വെർബ് എന്താവും? ആക്റ്റീവ് വോയിസ്. ഡൂവർ വെർബിന് ശേഷം വന്നാൽ അത് പാസീവ് വോയിസ് ആവും. ഡൂവർ വെർബിന് ശേഷം വന്നാൽ അത് പാസീവ് വോയിസ് ആവും. ഡൂവർ വെർബിന് മുമ്പാണ്. അപ്പോൾ കുക്സ് ആക്റ്റീവ് വോയിസ് ആണ്. ഈ ഓൾവേസ് അവിടെ ചേർത്തുക. ഓക്സിലിയറി വെർബിനും മെയിൻ വെർബിനും ഇടയിൽ. ദാ വെജിറ്റബിൾസ് ഈസ്, ആമ, ആറ്. ആർ മതി. വെജിറ്റബിൾസ് ഈസ് തെറ്റി. വെജിറ്റബിൾസ് ആം തെറ്റി. വെജിറ്റബിൾസ് ആർ ഓൾവേസ് കുക്ക്ഡ് ബൈ മൈ മദർ. സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താര? വെജിറ്റബിൾസ്.
വെജിറ്റബിൾസ് വല്ല പണിയും ചെയ്യുന്നുണ്ടോ? ഇല്ല. വെജിറ്റബിൾസ് മെല്ലെ അരിയപ്പെടാൻ കാത്ത് നിശ്ചലമായി ഇരിക്കുന്നു. ആക്റ്റീവാണോ? അല്ല. ഈ വെജിറ്റബിൾസ് എന്ന സബ്ജക്റ്റ് പാസീവാണോ? അതെ. നിഷ്ക്രിയമാണോ? ഒന്നും ചെയ്യുന്നില്ല. ചെയ്യുന്ന ആളാരാ? മൈ മദർ. അതെവിടെയാണ്? വെർബിന് ശേഷം. അപ്പോൾ ആർ കുക്ക്ഡ് എന്ന വെർബ് 1 സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ളത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ? പാസീവ് വോയിസ്. ആർ കുക്ക്ഡ് പാസീവ് വോയിസ് ആണ്. യൂഷ്വലി ഹിസ് ഡോട്ടർ usually draws pictures. Here usually is adverb. അല്ലേ? എപ്പോഴും വരയ്ക്കും, സാധാരണ വരയ്ക്കും. adverb of time. In this sentence draws is the verb which is in active voice because the doer, his daughter, has been used just before the verb. വേർബിന് മുമ്പ് ആ വെർബ് ചെയ്യുന്നയാൾ വന്നിട്ടുണ്ട്, ഡൂവർ വന്നിട്ടുണ്ട്. വരയ്ക്കുന്ന അവൻ്റെ മകൾ ആക്റ്റീവാണോ പാസീവാണോ? ആക്റ്റീവാണ്. ആരാ വരയ്ക്കുന്നത്? അവൻ്റെ മകള്. ഡൂവറാണ്. ആരാണ്? അവൻ്റെ മകള്. സബ്ജക്റ്റ് ആരാണ്? അവൻ്റെ മകള്. വെർബിന് മുമ്പാണോ സബ്ജക്റ്റ്? അതെ. അപ്പോൾ ഡ്രോസ് എന്താണ്? ആക്റ്റീവ് വോയിസ്. ഉത്തരം പിക്ചേഴ്സ് ആർ യൂഷ്വലി ഡ്രോൺ ബൈ ഹിസ് ഡോട്ടർ. ഉത്തരത്തിൽ ഡൂവർ ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്ത് വന്നു. ഈ ഡൂവർ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തുണ്ടോ? ഇല്ല. ഡൂവർ വെർബിൻ്റെ ശേഷം വന്ന്. അപ്പോൾ ആർ ഡ്രോൺ എന്ന വെർബ് 1 സിമ്പിൾ പ്രസന്റ് ടെൻസ് പാസീവ് വോയിസിലുള്ളതാണ്. ഇതിലെ 6 ഓക്സിലിയറി വെർബ്, അത് കഴിഞ്ഞാൽ ആഡ്വർബ്, അത് കഴിഞ്ഞാൽ വെർബ് 3, അത് കഴിഞ്ഞാൽ വെർബ് 3. കേട്ടോ? ചോദ്യമില്ലല്ലോ. അതിനെന്താ? ഉള്ളിൽ മങ്ങലോടെ ചോദ്യം ഉണ്ടല്ലോ. I insult my parents. I insult my parents. I subject. Insult verb. My parents object. ആരാണ് പാരൻസിനെ ഇൻസൾട്ട് ചെയ്യുന്നത്? ഞാൻ ആക്റ്റീവാണോ? അതെ. അപ്പോൾ ഇൻസൾട്ട് എന്താണ്? വെർബ് 1 സിമ്പിൾ പ്രസന്റ് ടെൻസ് ആക്റ്റീവ് വോയിസ്. പാസീവ് വോയിസ് ആക്കുമ്പോൾ മൈ പാരൻസ് ആർ ഇൻസൾട്ടഡ്. മൈ പാരൻസ് ആർ ഇൻസൾട്ടഡ് ബൈ മീ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ആണ്. അടുത്ത ചോദ്യം എന്താ? വരുന്നില്ല. നെക്സ്റ്റ് വീഡിയോ, അടുത്ത വീഡിയോ 2 ഒബ്ജക്റ്റുകൾ വരുന്നവ ആയിരിക്കും. 2 ഒബ്ജക്റ്റുകൾ വരുന്ന ചോദ്യങ്ങൾ ഉപയോഗിച്ചുള്ള വീഡിയോയാണ് അടുത്തത്. നിങ്ങൾക്ക് ഗ്രാമറിൻ്റെ വീഡിയോകൾ വേണമെന്നുണ്ടോ എങ്കിൽ യൂട്യൂബിൽ ഇത് അടിച്ചു കൊടുക്കൂ. അലർട്ട് അക്കാദമി ഓൺലൈൻ ക്ലാസ്സസ് എന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കൂ. എല്ലാവർക്കും താങ്ക്സ്. എനി ഡൗട്ട്സ്? കോൾ മീ. ദിസ് ഈസ് മൈ നമ്പർ. 2 വടിയുണ്ടല്ലോ. കുറുമ്പ് കാണിക്കാതെ പഠിക്കുന്നവർക്ക് അടിയില്ല, അല്ലാത്തവർക്ക് അടിയാണ്. നല്ല പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിലോ ഇതാ വടി അപ്രത്യക്ഷവും. ഓക്കെ, സി യു. അടുത്ത വീഡിയോ താമസിയാതെ പുറത്തിറങ്ങും.
ആ വീഡിയോയ്ക്കായി കാത്തിരിക്കൂ. താങ്ക് യു വെരി മച്ച്.